കായിക മേഖലയിൽ വേണ്ട ഊന്നൽ നൽകിയാൽ കേരളത്തിന് അന്തർദേശീയ തലത്തിൽ മെഡലുകൾ വാരിക്കൂട്ടാൻ കഴിയുമെന്ന് ദ്രോണാചാര്യ അവാർഡ് ജേതാവ് എസ് മുരളീധരൻ. കളരിയിലെ പരിശീലന മുറകൾ വോളിബോൾ പോലുള്ള കായിക ഇനങ്ങളിലേക്ക് കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് നേട്ടമാകുമെന്ന് എസ് മുരളീധരൻ പറഞ്ഞു. രാജ്യത്തെ മികച്ച കായിക പരിശീലകനുള്ള ദ്രോണാചാര്യ അവാർഡ് സ്വന്തമാക്കി കേരളത്തിന് അഭിമാനമായി മാറിയ എസ് മുരളീധരന് കേരളത്തിലെ കായിക മേഖലയോട് ചിലത് പറയാനുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ മെഡലുകൾ വാരിക്കൂട്ടാൻ കഴിയുന്ന കഴിവുള്ളവരുടെ നാടാണ് കേരളം. എന്നാൽ കായിക മേഖലയിലേക്ക് കടന്നുവരാൻ സാധാരണക്കാർക്ക് തടസ്സമാകുന്നത് സാമ്പത്തികമാണ്. അതുകൊണ്ട് തന്നെ അതിലൂന്നിയുള്ള പ്രവർത്തനമാണ് സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. മാത്രമല്ല, കളരിപ്പയറ്റിലെ പരിശീലന മുറകൾ വോളിബോൾ പോലുള്ള കായികയിനത്തിലേക്ക് കൂടി കൊണ്ടുവരണം. അതാണ് എസ് മുരളീധരൻ മുൻപോട്ട് വെക്കുന്ന പ്രധാന നിർദ്ദേശം. വോളിബോളിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പോലെ കുട്ടികളെ മറ്റൊരു സ്റ്റേറ്റും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ആ രംഗം ഇപ്പോൾ ഒരു തളർച്ചയിലാണ്. അത് പുനരുജ്ജീവിപ്പിക്കണം. പഴയ കുറേ കളിക്കാരും കുറേ ഒഫീഷ്യൽസും ഒക്കെ ചേർന്ന് ഈ രംഗം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കളരിപ്പയറ്റിൽ ഇതിലെ പല ഈ പരിശീലന മുറകൾ മറ്റ് ഇവൻസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വോളിബോളിൽ ഈ ജമ്പ് ചെയ്തുകൊണ്ടുള്ള സ്മാഷിനൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പരിശീലന മുറകൾ ഇവിടെയുണ്ട്. പക്ഷെ നമ്മളത് അഡോപ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ അത്ലറ്റിക്സിൽ പലതിലും അവരുടെ പെർഫോമൻസ് ലെവൽ ഉയരാൻ ഇതിലെ പല പരിശീലന മുറകളിലൂടെയും സാധ്യമാകും. ഒരു കാലത്ത് കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വോളിബോൾ നിലവിൽ ശോഷിച്ച അവസ്ഥയിലാണെന്നും അത് മടക്കിക്കൊണ്ടുവരാൻ കേരളത്തിലെ കായിക രംഗത്തിന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാകണമെന്നും കൂടി ദ്രോണാചാര്യ അവാർഡ് തിളക്കത്തിൽ നിന്നുകൊണ്ട് എസ് മുരളീധരൻ പറയുന്നു. ജനം, കോഴിക്കോട്.